കാലം ദിവസങ്ങളിൽ അവൻ നിൽക്കുവാനക്കണം ദൈവം അവൻ ദൈവോദരമായി നിൽപ്പാതെക്കണം ദൈവം നൽകപ്പെട്ട കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായി നമ്മളെ ഓരോരുത്തരെയും ദൈവം നിർത്തിയ കരുണയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അമ്മയും ആരോഗ്യവും ബലവും ശക്തിയും ഒക്കെ തമ്മിൽ നൽകി ദൈവം നിർത്തിയിരിക്കുമ്പോൾ കർത്താവ് അമ്മയുടെ പിന്നിലൊക്കെ ദൈവത്തിന് ഉപദേശമെന്നാണ് തിരിച്ചറിയുവാൻ നിങ്ങൾ തമ്മിലിടയാക്കിക്കൊണ്ടിരിക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു. അമ്മ പരിശുദ്ധമാവ് അവനോട് സംസാരിക്കേണ്ടതിന് വേണ്ടി അമ്മ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞങ്ങളൊക്കെ ആരൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാലും അമ്മയും പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളെയും കൊണ്ട് അമ്മ ദൈവവചനം പ്രസംഗിപ്പിക്കുവാൻ ബലം നൽകിയത് ദൈവമാ. നിൽക്കുന്ന ഞങ്ങളുടെ കഴിവുള്ള ഞങ്ങളുടെ കഴിവുകളൊന്നും അല്ലാതെ ഇവിടെ നിന്ന് ഒരു വാക്ക് ഉച്ചരിക്കണമെങ്കിൽ കഥാവെ അത് ചെയ്യുമാറാക്കുന്നത് തമ്പുരാൻ മാത്രമാ. കാലം സകല മഹത്വവും അമ്മ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് അമ്മ ശുശ്രൂഷയിലേക്ക് കിടക്കാം. 144 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുക. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എന്നെ പറയായ വാഴ്ചപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്ന് പറയുവാനായിരുന്നു. അഭ്യസിപ്പിക്കുന്നു എന്ന് പറയുവാൻ പഠിപ്പിക്കുവാനായി അയച്ചിരുന്നു. അമ്മയെന്ന പകൽക്കാലം ദൈവസഭയിൽ കടന്നു വന്നത് ദൈവത്തെ എന്തെങ്കിലും പഠിപ്പിക്കുവാനല്ല, കർത്താവിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുമ്പോൾ നിശ്ചയമായി കർത്താവ് പഠിപ്പിക്കുവാനായി അയച്ചിരുമ്പോൾ ഒരു ക്ലാസ്സിൽ എങ്ങനെ ഇരുന്ന് ഒരു അധ്യാപകൻ നിന്ന് ശിഷ്യൻ പഠിക്കുന്നത് പോലെ അറിവില്ലാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് പോലെ നിലങ്ങളിലെ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനുള്ള ആയിത്തീരുമ്പോൾ ദൈവത്തിന് ആത്മാവ് ഇടപെടുവാനുള്ള ആയിത്തീരുമ്പോൾ നിശ്ചയമായി അതൊന്ന് പഠിച്ചെടുക്കുവാനൊക്കെ ഒരു കൃപ ദിവസം തമ്മിൽ നൽകുവാനുള്ള ആയിത്തീരട്ടെ. എന്താ പഠിക്കുവാനുള്ള അയച്ചത്? എൻ്റെ കൈകളെ ഒന്ന് അഭ്യസിപ്പിക്കുവാനുള്ള അയച്ചണം. എൻ്റെ വിരലുകളെ ഒന്ന് അഭ്യസിപ്പിക്കുവാനുള്ള അയച്ചത് എന്തിനു വേണ്ടിയാ? എനിക്ക് യുദ്ധത്തിന് നിൽക്കുവാനുണ്ട്. യുദ്ധത്തിന് വേണ്ടി കർത്താവ് നിൽക്കണമെങ്കിൽ ദൈവമേ എന്നെ ഒന്ന് ശക്തി മതിയാകത്തുള്ള കർത്താവെ. അവൻ ദൈവത്തിന് ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നത് വചനം പറയുന്നു. എഫെസ്യർ 6:12 പ്രകാരം വായിക്കുന്നു. എഫെസ്യർ 6-ാം 12-ാം വാക്യം. എഫെസ്യർ 6-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. വളരെ വ്യക്തമായി പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതി ശക്തികളും സ്വർഗത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് അന്ധകാരത്തിലെ ശക്തികളോട് നമ്മൾക്ക് പോരാട്ടമുണ്ട്. ദൈവസ്ഥലം നിൽക്കുന്ന ഓരോ ദൈവത്തിൻ്റെ വകകൾക്കും എന്ത് ചെയ്യുക, പോർക്കളത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുവാൻ അയച്ചിരുന്നത്. ആ പോർക്കളത്തിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചേ മതിയാവുള്ളൂ, ഒരു പുതിയ അഭിഷേകം പ്രാപിച്ചേ മതിയാവുള്ളൂ, ഒരു ശക്തി പ്രാപിച്ചേ മതിയാവുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചേ മതിയാവുള്ളൂ. ദൈവശക്തി തമ്പുരാൻ നൽകിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിൽക്കുവാൻ കഴിയത്തുള്ളൂ. കർത്താവ് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയണം. ദൈവമേ കർത്താവെ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ കഴിയണമേ. കർത്താവ് വ്യക്തമായി ഇടപെടുവാൻ കഴിയണമേ. കർത്താവെ എന്നെ ഒന്ന് ശക്തീകരിക്കുവാൻ കഴിയണം. കർത്താവ് ഞാൻ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം. ഈ പോരാട്ടത്തിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം. കർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ എനിക്ക് പോർക്കളത്തിൽ നിൽക്കുവാൻ കഴിയത്തില്ല. പലപ്പോഴും കർത്താവ് പോർക്കളത്തിൽ നിൽക്കുവാൻ കഴിയാതെ നിൽക്കുന്ന മേഖലകളുണ്ട്. എന്താ അതിനൊക്കെ പിമ്പിൽ കാര്യം എന്താ? പലപ്പോഴും ഞാൻ തന്നെയാണ് അതിന് കാരണമായി നിൽക്കുന്നത്. ഞാൻ തന്നെയാണ് കർത്താവ് പലപ്പോഴും ജീവിതത്തിൽ നിൽക്കുന്ന എൻ്റെ കുറവുകളെ പലപ്പോഴും ശത്രു വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ അതിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ പലപ്പോഴും ഞാനെന്ന ചിന്തകളും ഞാനെന്ന വിചാരങ്ങളും ഉള്ളിലേക്ക് വ്യാപരിക്കുക. ഒന്നാമത്തെ ദിവസക്കാലം കേട്ടതുപോലെ ഞാൻ എന്ന വ്യക്തി തകരപ്പെടുവാതെ അയച്ചാണ്. കർത്താവെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനെയാണ് ഞാൻ ഒന്നുമില്ല എന്ന് പറയുന്നതായ ആ ദൈവിക സാന്നിധ്യം ഇറങ്ങുവാതെ അയച്ചാണ്. നിലങ്ങളിലെ കർത്താവ് ദൈവം ഇന്ന് പകൽക്കാലം കർത്താവ് കഴിഞ്ഞ നിലങ്ങളിൽ എന്നോട് ഇടപെട്ടതായ ചില വചനങ്ങൾ പറഞ്ഞു ദൈവത്തിലിരിക്കുവാൻ ആഗ്രഹിക്കുക. കർത്താവ് ഞാൻ എന്ന വ്യക്തി തകർന്നെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി സംഭവിക്കുവാതെ അയച്ചത്. ഞാൻ എന്ന വ്യക്തി തകർന്നെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് കർത്താവിന് പണിയാൻ കഴിയത്തുള്ളൂ. ചിലത് ചെയ്തെടുക്കണമെന്ന് ഞാൻ തകരുവാതെ അയച്ചത്. ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 3-6 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 3-6 വാക്യങ്ങൾ, 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 2 Corinthians chapter 10 verse 3-6. ജഡപ്രകാരം പോരാടുന്നില്ല, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജടിലങ്ങൾ അല്ല, ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ.
അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണങ്ങളെയും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെ നിൽക്കുന്നത് ഈ പോർക്കളത്ത് നിൽക്കണമെങ്കിൽ ഏതായുധം കൊണ്ട് നിൽക്കുവാൻ കഴിയും? ജടികമായ ഒരു ആയുധം കൊണ്ട് നിൽക്കുവാൻ കഴിയത്തില്ല. പറയുന്നത് ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല, കോട്ടകൾ ഇടിപ്പാൻ ദിവസങ്ങളിൽ ശക്തിയുള്ളവ തന്നെ. ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം നമ്മുടെ ആയുധങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുവാൻ കഴിയണം. ഞാൻ വായിച്ച വചനത്തിൽ സർവായുധ വർഗ്ഗങ്ങൾ ധരിക്കുവാൻ ആയിരിക്കണം. അപ്പോൾ തന്നെ ദൈവത്തിന് വചനം പറയുന്നത് ഞങ്ങളുടെ ആയുധങ്ങൾ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കുവാനായിട്ട്. അവിടെ അടുത്ത വാക്യം പറയുന്നത് അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. ഈ ദിവസങ്ങളിൽ കഥാവെ എൻ്റെ ജീവിതത്തിൽ പരിജ്ഞാനത്തിന് വിരുദ്ധം ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി ഉയരുന്നതായ എല്ലാ സങ്കല്പനകളും ചിന്തകളും വിചാരങ്ങളും എല്ലാം യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ഞാൻ തകരുവാനിടയായിട്ടാണ്. കഥാവ് എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ നിൽക്കുന്നത് മനസ്സിലാക്കിയിട്ട്. കഥാവ് എൻ്റെ ശക്തി കൊണ്ടല്ല ഞാൻ പ്രസംഗിക്കുവാനിടയായിട്ടെന്ന്. എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ പ്രാർത്ഥിക്കുവാനിടയായിട്ടെന്ന്. ഇന്ന് പകൽക്കാലം കഥാവ് ദൈവത്തിന്റെ കൃപ നമ്മളുടെ മേൽ പകരുന്നത് കൊണ്ട് കഥാവ് ഇത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കഴിയുമ്പോൾ, വചനധ്യാനത്തിൽ മുന്നേറുവാൻ കഴിയുമ്പോൾ ദൈവർക്ക് വന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില ജഡത്തിൻ്റെതായ പ്രവൃത്തികളെ പൊങ്ങി വരുവാനായിട്ട് ഞാൻ സംതിങ് എന്ന് വിചാരിക്കുന്ന ചിലത് ഉയർന്നു വരുവാനായിട്ട് ഇന്ന് പകൽക്കാലം കഥാവേ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ദൈവിക പരിജ്ഞാനത്തിന് വിരുദ്ധമായിട്ട് ഉയരുന്ന സകല ഉയർച്ചകളിൽ നിന്ന് പകൽക്കാലം തകർത്തു കളയുവാനായിട്ട് ഇന്ന് പകൽക്കാലം തകർത്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കുവാനായിട്ടുള്ളൂ, ദൈവപ്രവൃത്തി നടക്കുവാനായിട്ടുള്ളൂ. എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തികളെ പൂർത്തീകരണത്തിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായി ഉയരുന്നതായ ഞാനെന്ന് എൻ്റെ ഉള്ളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതായ ചിന്തകൾ തകരുവാനായിട്ടുള്ള ഞാനെന്ന് എൻ്റെ ഉള്ളിൽ വ്യാപരിച്ചിരിക്കുന്നതായ വിചാരങ്ങൾ തകരുവാനായിട്ടുള്ള ആ വിചാരത്തെയും ചിന്തയും പുറത്തു നിൽക്കുന്ന ഒരു മനുഷ്യനെയും കാണുവാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് പഴയക്കാലം മനുഷ്യൻ കാണുന്നതിനെയല്ല കർത്താവ് കാണുന്നതിനെന്ന് ശോധന ചെയ്യുവാനായിട്ട് ആ കർത്താവ് എങ്ങനെയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിനക്ക് കൃപ നൽകി, നിനക്ക് ബലം നൽകി, നിനക്ക് ശക്തി നിന്റെ വാക്കുകൊണ്ട് സംസാരിച്ചു നീ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിന്റെ ദൈവസന്നിധിയിൽ കൃപ നൽകി ദൈവം മുട്ടുമുടക്കി പ്രാർത്ഥിച്ചപ്പോൾ നിന്റെ ഉള്ളിൽ നിഗളമെന്ന ഭാവം ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ നിഗളം തകരുവാനായിട്ട് ആ നിഗളത്തെ ഒരുപക്ഷെ ആരും കാണുന്നില്ലായിരിക്കും, എന്നാൽ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. അത് തകരുവാനായിട്ട് ആ നിഗളത്തെ വേറൊരു മനുഷ്യനെ കാണുന്നില്ലായിരിക്കാം. വചനം സംസാരിച്ചപ്പോൾ ഞാൻ സന്ധിക്കുന്നത് വിചാരിച്ചത് ഒരു മനുഷ്യനെ കാണുന്നില്ലായിരിക്കാം, എന്നാൽ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി അടുത്തൊരു തലത്തിലേക്ക് നിന്നെ എത്തിക്കണമെങ്കിൽ ആ തകർച്ച ആവശ്യമാണ്. പലപ്പോഴും ആത്മാവിന് ഒരു പകർച്ച മുമ്പോട്ട് കയറുവാൻ കഴിയാതെ നിൽക്കുന്നതായ ഈ മേഖലകൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പണിതെടുക്കുവാൻ കഴിയാതെ നിൽക്കുന്ന തടസ്സം കഥാവ് ഇന്ന് വേറെ ആരുമല്ല ഞാൻ തന്നെ എന്ന് വിചാരിച്ച് എന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് തകർക്കുവാനായിട്ടെന്നാൽ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കയറി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തകരപ്പെടുവാനായിട്ടെന്നാൽ ഈ 2024 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ചലച്ചു കൊണ്ടുപോകാനിടയായിട്ടില്ല. വിശ്വസിക്കുവാൻ കഴിയും. എന്നെയും കുറിച്ചും നിങ്ങളെ കുറിച്ചും ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിന് ഒരു ആലോചനകളുണ്ട്. വളരെ വ്യക്തമായി എന്നെ കുറിച്ച് ദൈവത്തിന് ആലോചന ഉണ്ടായിരുന്നു, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളുണ്ടായിരുന്നു. എന്നാൽ ഞാൻ സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ സ്വയത്തിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് വിചാരിച്ച മണ്ഡലങ്ങൾ നിൽക്കുമ്പോൾ പരിശുദ്ധാമ അങ്ങയുടെ വലിയ കരുണയാൽ ദൈവത്തിന്റെ മഹാധേയായി വീണ്ടും പരിശുദ്ധാമ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇനി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഈ ആവശ്യങ്ങളും എന്തിനു വേണ്ടി ഉപസിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു അത്യന്ത ശക്തി പ്രാപിക്കണം. ഈ കാലഘട്ടങ്ങളിൽ നിൽക്കണമെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന അഭിഷേകം പോരാ. ഈ ജഡത്തിലെ അന്ധകാരത്തിന്റെ ശക്തികളോട് പോരുകളോട് നിൽക്കണമെങ്കിൽ ഈ കഴിഞ്ഞ നാളുകൾ പ്രാപിച്ച കൃപ പോരാ. അധികം കൃപ പ്രാപിക്കുവാൻ ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുവാൻ വേണ്ടിയല്ല പ്രാർത്ഥന. ഇനി വരുന്ന പോരുകളെ എതിർത്ത് നിൽക്കണമെങ്കിൽ ആത്മശക്തി പ്രാപിക്കണമെങ്കിൽ അതിന്റെ പോരുകളെ ആയുധങ്ങളെ
ശക്തി പ്രാപിക്കണമേ. ഒന്നിനൊന്ന് മോശപ്പെട്ട ഈ ഉപവാസം പ്രാർത്ഥിക്കുന്നുണ്ടാകുവാണ്. അവൻ ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ഓരോരുത്തരും ഉപവാസ പ്രാർത്ഥനയിൽ കണ്ണുനീർ ഒഴുകിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ദിവസങ്ങൾ ദൈവമേ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഒരു ബലഹീനം പോലുമില്ലാതെ ഈ ദൈവസഭയെ അവൻ തമ്പുരാൻ പണിയുവാനായിട്ട് ഇത് പറയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ കേൾപ്പിച്ചെടുക്കുവാനായിട്ട് അവൻ കഥാവൻ തീയുടെ നടുവിൽ നിൽക്കുവാനാകുമ്പോൾ അതിന്റെ നടുവിൽ കത്താത്തതൊന്നുമില്ല, എല്ലാം കത്തുവാനായിട്ട് ഇന്ന് പകരക്കാലം കത്തത്തില്ലെന്ന് ബലം പിടിച്ചത് ഇതിന്റെ നടുവിൽ നിൽക്കുന്നതിനെ മുഴുവൻ അവൻ തമ്പുരാൻ കത്തിക്കുവാനായിട്ട് വിശ്വസിച്ച ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഒരുമനപ്പെട്ട് ദിവസത്തിൽ മുട്ടമടയ്ക്കാൻ മതി. നടുവിൽ ദൈവം കത്തിക്കുവാനായിട്ട് അവന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് അവൻ നാവ് തുറക്കാത്തതിനെ തമ്മിൽ തുറക്കുവാനായിട്ട് അവൻ ദൈവവചനം ആ ദൈവവചനം സംസാരിക്കുവാനായിട്ട് അത് ആപത്ത് ഈച്ചോളമാണ് അവൻ കത്തിക്കുന്ന ദൈവത്തിന്റെ വചനം അത് ആപത്ത് ചലിക്കുവാനായിട്ട് അത് പ്രവർത്തിക്കും അത് ചെയ്യും. ആ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പലപ്പോഴും പരിശുദ്ധാത്മാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ ഷീമോനോട് കർത്താവ് പറഞ്ഞതുപോലെ പലപ്പോഴും പരിശുദ്ധാത്മാവ് ഷീമോനെ കുറിച്ച് ചിലത് പദ്ധതി ഉണ്ടായിരുന്നു. പലപ്പോഴും അവിടെ ഷീമോൻ പറഞ്ഞ വാക്കുകൾ നിമിത്തം ചില പ്രതികൂലങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ടുണ്ട്. വായിക്കാൻ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി കൂകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് പറഞ്ഞു, ശീമോനെ, സാത്താനിനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടെന്ന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ഒരു സമയം കഴിഞ്ഞ ശേഷം തിരിഞ്ഞു വന്ന നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. പക്ഷേ എന്നാൽ അവിടെ പറയുന്നു, അവനവരോട്, കർത്താവേ, ഞാൻ നിന്നോട് കൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ഞാൻ എന്ന വ്യക്തി അവിടെ പ്രസന്റ് ചെയ്യുവാനായിട്ട്, ഞാൻ എന്ന വ്യക്തിയെ അവിടെ കാണിച്ചു കൊടുക്കുവാനായിട്ട് യേശു കർത്താവ് ഒരു പദ്ധതി പറഞ്ഞു. യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞു. നിന്നെ ആദ്യം വളരെ വ്യക്തമായി പറഞ്ഞു, നിന്നെ ഗോതമ്പ് പോലെ പാറ്റുവാൻ വേണ്ടി സാത്താൻ അവകാശം ചോദിച്ചു, ഞാൻ കൊടുത്തുപോയില്ല. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ അതിന് അനുവാദം കൊടുത്തില്ല എന്ന് കർത്താവിടെ വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ അടുത്ത വാക്യങ്ങളിൽ അവൻ ഞാൻ എന്ന് ഉയരുവാനായിട്ടുണ്ട്. ഇതുപോലെ അവരെ പോലെ പരിശുദ്ധാത്മാവ് നമ്മോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യുവാനുണ്ട് എന്ന് പറയുമ്പോൾ അവൻ നിനക്ക് വേണ്ടി ചെയ്യുവാനുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ നിനക്ക് വേണ്ടി പോകും, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ഇവിടെ നിന്ന് ഉയർന്നു ഞാൻ എന്ന വാക്ക്, ഞാൻ എന്ന ചിന്ത അവിടെ തകരവാനിടയായി. നിന്നിൽ ആശ്രയിച്ച് കർത്താവെ അങ്ങയുടെ കൃപയുണ്ട്. അവൻ ഒരു മനുഷ്യൻ അവസരങ്ങൾ നേടിയെടുത്തു. ഒരു വാക്യം പ്രകാരം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തലമാനായ ഒരു മനുഷ്യൻ സകലത് കൂട്ടിവെച്ച് കളപ്പുറകൾ അമ്മ വീണ്ടും പണിതെടുക്കുവാനായിട്ടുണ്ട്. അമ്മ ഇന്നത് ചെയ്യുമെന്ന് കൂട്ടിവെച്ച് പോകാനായിട്ടുണ്ട്. എന്നാൽ കഥാവ് അമ്മ മൂടാ ഇല്ലാത്തേക്കാൾ നിന്റെ ആത്മാവിനെ എടുത്താൽ അത് ചെയ്യുവാനായിട്ടുണ്ട്. ഇത് ദൈവത്തിന്റെ കൃപയില്ലാതെ ഒരു സ്റ്റെപ്പ് വെക്കുവാൻ കഴിയുമോ? ദൈവത്തിന്റെ കൃപയില്ലാതെ ഒരു കാര്യം ചെയ്യുവാൻ കഴിയുമോ? ദൈവത്തിന്റെ കൃപയില്ലാതെ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവത്തിന്റെ കൃപയില്ലാതെ എവിടെയെങ്കിലും വചനമായി നിൽക്കുവാൻ കഴിയുമോ? ദൈവകൃപയില്ലാതെ എവിടെയെങ്കിലും എല്ലാം സുവിശേഷം പറയുവാൻ കഴിയുമോ? ഈ ഞാൻ എന്ന വ്യക്തി ഒന്ന് തകരപ്പെടുവാനായിട്ടുമോ? ഞാൻ നിനക്ക് വേണ്ടി മരിക്കുവാനും തടവിൽ കിടക്കുവാനും പത്രോസ് പറയുക, ശിവൻ പത്രോസ് പറയുക, ഞാൻ തയ്യാറാ. കർത്താവ് പറയുക, നീ 3 വട്ടം എന്നെ തള്ളി പറയുന്നതിന് മുമ്പേ കോഴി എന്ത് ചെയ്യാ കൂവാനിടയാകത്തില്ല. ഈ ഞാൻ ഉയർന്ന ഈ ഞാൻ എന്ന വ്യക്തി ഉയർന്നില്ല, നിശ്ചയമായി പരീക്ഷയിൽ അകപ്പെടുവാനായിട്ടും അവിടെ തകരപ്പെടുവാനായിട്ടും ഞാൻ തകർന്നു പോകുവാനായിട്ടും ഇന്ന് പ്രത്യേകം പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ആ ദിവസം ഞാൻ എന്ന വ്യക്തി തകർന്നു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. അപ്പാ, എൻ്റെ ഇത്രയുള്ളൂ, ഞാൻ നിൽക്കുന്നത് ഇത്രയുള്ളൂ. ദൈവമേ, ഞാൻ അങ്ങനെ കൃപ കൊണ്ട അങ്ങനെ കർമ്മ കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ദൈവമേ, അങ്ങനത്തെ അഭിഷേകം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനത്തെ കൃപക്കത്തോടെ മുമ്പോട്ട് നീങ്ങാൻ ഒരു കൃപ തന്നെ. കർത്താവിനെ കുറിച്ച് ദൈവത്തിന് ആലോചന ഉണ്ടായിരുന്നു. ആ ആലോചനയിലേക്ക് നടത്തുവാൻ നിൽക്കണം. ദൈവമേ, അങ്ങനെ അഭിഷേകം എന്നിലേക്ക് നമ്മളെ പകരണമേ. കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ എന്തെങ്കിലും
ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൃപ കൊണ്ട് ഞാൻ കൊടുത്തുന്നത്. അത് എനിക്ക് വേണ്ടി ഞാൻ കർത്താവ് അങ്ങ് തന്ന കൃപയ്ക്കെത്തവണം, അങ്ങ് തന്ന ജ്ഞാനത്തിനൊത്തണം, അങ്ങ് തന്ന പരിജ്ഞാനത്തിനൊത്തണം, അങ്ങ് തന്ന ദാനത്തിനൊത്തമാണ് ഞാൻ എന്തെങ്കിലും ജീവിതത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. കർത്താവ് ഇനി അടുത്തൊരു സ്റ്റെപ്പിൽ ഇതേമേ അങ്ങ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കർത്താവെ ഞാനെന്ന വ്യക്തിയില്ല, ഞാനെന്ന വ്യക്തി കൊണ്ട് എന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മനുഷ്യന് ഉറച്ചുന്ന ഒരു ശ്വാസത്തിന് തുല്യമാകുമ്പോൾ കർത്താവ് ഞാൻ നിന്ന ഒരു ശ്വാസം നില്ലുമ്പോൾ അടുത്ത നിമിഷം ഞാൻ ജീവിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അടുത്ത നിമിഷം ഞാൻ ജീവിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഉറപ്പുള്ളത് കർത്താവിന് മാത്രമേ ഉള്ളൂ. ആ ഉറപ്പുള്ള കർത്താവ് ദൈവമേ അങ്ങ് കൃപ നൽകിയാൽ ദൈവം ഞാൻ ചിലത് ചെയ്യുവാൻ കഴിയും. അങ്ങ് കൃപ നൽകിയാൽ എനിക്ക് ചിലയിടങ്ങളിൽ പോകുവാൻ കഴിയും. ദിനങ്ങൾ ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എന്ന ചിന്തകൾ മുഴുവൻ തകരുവാനായിട്ട് താഴ്മയോടെ ദിവസം നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഒരു താഴ്മ ഹൃദയത്തോടെ ദിവസം ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? നമുക്ക് ദാനമായി തന്ന സകലത്തിലെ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥന വെറുതെയല്ല. ഈ ഉപവാസ പ്രാർത്ഥന തകർച്ചയുടെ ദിവസങ്ങളായി എന്തിന് തകർച്ചയുടെ ദിവസങ്ങളാണ്? ഉള്ളിൽ ഉയർന്നിരിക്കുന്നതായ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി ഉയർന്നിരിക്കുന്നതായ സകല ഉയർച്ചകളും തകരപ്പെടുന്ന ദിവസങ്ങളായി തീരുമാനമാകട്ടെ. ദിവസം ദൈവത്തിന് വിരുദ്ധമായി ഉയർന്നിരിക്കുന്നതായ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നിരിക്കുന്നതായ സകല മഹത്വവും തകരുവാനിടയാകട്ടെ. ദിവസങ്ങളിൽ അങ്ങനെ ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു ആരാധനയിലേക്ക് നടത്തുവാനിടയായിട്ട് കർത്താവ് പലപ്പോഴും ഈ തകർച്ച കർത്താവ് എന്നാലും ദൈവം കരുണയുള്ള മനസ്സറിയുന്ന ദൈവമുള്ള ഒരു കർത്താവാണ്. കർത്താവ് പരീക്ഷയിൽ അകപ്പെട്ടു പോയാലും കർത്താവ് പരീക്ഷയുടെ അകപ്പെട്ടു പോയാലും പത്രോസിനെ അതിദുഃഖത്തോടെ അതിന്റെ 61-ാമത്തെ വാക്യം പറയുന്നത്, അപ്പോൾ കർത്താവ് തിരിഞ്ഞ പത്രോസിനെ മനുഷ്യ നീ പറയുന്നത് എനിക്ക് 60 വാക്യം പറയുന്നില്ല, മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുന്ന കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. അതിദുഃഖത്തോടെ കരയുവാനെത്തുന്നു. പത്രോസിന് ഒരു നല്ല ക്വാളിറ്റിയാണ് അതിദുഃഖത്തോടെ കരയുവാനെത്തും. കുറവ് സംഭവിച്ചു പോയി, തെറ്റ് സംഭവിച്ചു പോയി, അവൻ സംഭവിച്ചു പോയി, അത് സംഭവിച്ചു. ഞാനത് ഭാവം ഉയർന്നുകൊണ്ട് ഞാൻ സംസാരിച്ചു പോയി. പക്ഷേ കർത്താവ് പറഞ്ഞ വാക്ക് അത് നിവൃത്തി മണ്ഡലത്തിലേക്ക് എത്തി വരുവാണ്ടേറ്റുമ്പോൾ അത് കടന്നു വരുവാണ്ടേറ്റുമ്പോൾ അത് നമ്മുടെ കൺമുമ്പിൽ കാണിക്കുവാണ്ടേറ്റുമ്പോൾ ഞാൻ പരാജയപ്പെട്ടവനായി നിൽക്കുവാണ്ടേയാകുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവേ എന്റെ ജീവിതത്തിലെ കുറവുകൾ സംഭവിച്ചു പോയി. കർത്താവ് എൻ്റെ കുറവാ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഇത് ആദ്യ ദുഃഖത്തോടെ കടന്നു വരുവാൻ കഴിഞ്ഞാൽ പത്രോസിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ വീണ്ടും പണിയപ്പെടുവാൻ ഈ വാസ പ്രാർത്ഥനയിൽ കഴിഞ്ഞ നാളിൽ സംഭവിച്ചു പോയ കുറവുകൾ, കഴിഞ്ഞ നാളിൽ സംഭവിച്ചു പോയ പ്രവർത്തന മേഖലയിൽ വന്നു പോയ കുറവുകൾ ഇന്ന് പരിഹാരം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞാൽ ഇനി കാലം അവസാനിച്ചില്ല, സമയം അവസാനിച്ചിട്ടില്ല. ഇനിയും നമ്മളെ കൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ കൊണ്ട് പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്നതായ ദൈവത്തിന്റെ പദ്ധതി അത് ദൈവം പണിതെടുക്കുവാനായിട്ടില്ല. ദൈവത്തിന്റെ ആലോചനകൾ നടക്കുവാനായിട്ടില്ല. നിനക്കണമെങ്കിൽ ദൈവത്തിന് ക്രമ വേണം. ഈ സർവായുധ വർഗം ധരിച്ച് നിൽക്കണമെങ്കിൽ ദൈവത്തിന് ക്രമ വേണം. ഈ പോരുകളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിന് കൃപ വേണം. ദൈവത്തിന് അഭിഷേകം വേണം. കർത്താവേ ഒരു പുതിയ അഭിഷേകത്താൽ ഈ 2024 അവസാനിക്കുവാൻ കഴിയാറായി. ഈ ദിവസങ്ങൾ കർത്താവേ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരും കടന്നുപോയി. എന്നാൽ കർത്താവേ ഇനി ഒരു പുതിയ അഭിഷേകത്താൽ ഒരു പുത്തൻ കൃപയാൽ പുതിയ ദർശനത്താൽ അവരെ നിറയ്ക്കുവാണ്ടിയാണമേ. കർത്താവ് എപ്പോൾ ഞാൻ എന്ന വ്യക്തി താരുവാണ്ടിയായിത്തീരുമോ അപ്പോൾ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാൻ എൻ്റെ കൈകളെ എൻ്റെ വിരലുകളെ അഭ്യസിക്കണമെന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞതുപോലെ അവൻ ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരുവാനായിട്ട് മകനെ മകളായി ഇതാ വഴിയെന്ന് പറയുന്ന ആ ദൈവിക ശബ്ദം അഭ്യസങ്ങൾ കേൾപ്പിച്ചെടുക്കുവാൻ കടസ്വാഗമനയായിത്തീരും. ദിവസങ്ങൾ അങ്ങനെ പ്രാർത്ഥനയോട് ദിവസകാരിപ്പാടിയായി തന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയ ചെയ്യുവാനായിട്ട് ഞാൻ പറഞ്ഞു നിർത്തിയത് ഞാൻ സാരാംശം ഇത്രയേ ഉള്ളൂ. കർത്താവ് നമ്മളെ കുറിച്ച് ചെയ്യേണ്ടതായ പദ്ധതികൾ ചെയ്യാതിരിക്കുന്ന തടസ്സമായി നിൽക്കുന്നത് നാം ഓരോരുത്തരും ഞാനെന്ന ചിന്ത, ഞാനെന്ന വിചാരങ്ങൾ, ഞാനെന്നതായ അഭാവം, കഥ താഴ്മയില്ലായ്മ, അനുഭവങ്ങൾ, എൻ്റെ കയ്യിൽ സംതിങ് ഉണ്ടെന്ന ചിന്തകൾ, കർത്താവ് എന്നാൽ സകലതും സാധിക്കുമെന്ന ചിന്തകൾ, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം തകർന്നു മാറിയാട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ലഭിച്ചു കൊടുക്കുവാൻ
ചെയ്യുവാൻ്റെ താഴ്മയോടെ ദൈവസ്ഥലിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് അതാ പലപ്പോഴും ആത്മീയ മേഖലയിൽ അടുത്തൊരു സ്റ്റേജിലേക്ക് അടുത്തൊരു തലത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന അനുഭവങ്ങൾ അതാണ്. പലപ്പോഴും കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാതെ അവൻ സ്വന്തമായ ചിലത് തീരുമാനങ്ങളെടുത്ത് സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുവാനാകുമ്പോൾ അതിനേക്കാൾ ഉപരിയായി കർത്താവ് എന്നിലൂടെ നിറവേറേണ്ടതായ ദൈവത്തിൻ്റെ പദ്ധതികൾ എന്നിലൂടെ ചെയ്തിരിക്കേണ്ടതായ ദൈവത്തിൻ്റെ ആലോചനകൾ അത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ദൈവമേ അങ്ങ് കൃപ നൽകുവാനായിട്ടേ ദിനങ്ങളിൽ സമയങ്ങളെ തരുന്നത് തമ്പരാൻ മാത്രമാണ്. ചില രാത്രി യാമങ്ങളിലും എഴുന്നേൽക്കുവാൻ ദൈവം കൃപ നൽകുവാനായിട്ടോട്ടെ അവൻ പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ നൽകുവാനാണമേ ദൈവം ഉപസിക്കുവാൻ ദൈവം കൃപ നൽകുവാനാണമേ അവൻ കർത്താവ് ദൈവത്തിന് കൃപയുണ്ടെങ്കിൽ ഉപസിക്കുവാൻ കഴിയാത്തുള്ളൂ. അവൻ കർത്താവ് ഞാൻ 21, 31 അല്ലെങ്കിൽ 45, 40, 60 ഒക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച സ്വയത്തിൽ ആശ്രയിച്ച് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് അവൻ ഉപസിക്കുവാൻ തുടങ്ങിയാൽ അവൻ ആ ഉപവാസത്തിൽ തമ്പുരാൻ നിയന്ത്രിക്കുവാനായിട്ട് ഉപസിക്കുവാൻ ദൈവം കൃപ നൽകും, ദൈവം ബലം നൽകും, ദൈവം ശക്തി നൽകുവാനായിട്ട് ആ ഉപവാസ പ്രാർത്ഥനകളുടെ നടുവിൽ അവൻ ചിലത് സംഭവിപ്പാൻ്റെ ആഴ്ച അവൻ ചിലത് പ്രവർത്തന മനത്തിലേക്ക് എത്തുവാൻ്റെ ആഴ്ച ദൈവീയ വചനം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞാൽ ഈ വചനങ്ങളെ മുറുകെ പിടിക്കുവാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഏർപ്പെടുവാൻ്റെ ആഴ്ചയിലും കർത്താവിൻ്റെ പ്രവൃത്തി നമ്മൾ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയണമെങ്കിൽ ദിവസങ്ങൾ ഈ പ്രവൃത്തി നമ്മൾ ഒന്ന് തയ്യാറാകുവാനിടെ അയച്ചണം. ഈ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന അനുഭവങ്ങളെക്കാൾ അധികമായിട്ട് കർത്താവ് എന്നെ കൊണ്ട് പൗലോസിനെ കുറിച്ച് പത്രോസിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ആലോചന ഉണ്ടായതുപോലെ ദിവസം അതിദുഃഖത്തോടെ പത്രോസ് കടന്നു വന്ന് അതിദുഃഖത്തോടെ കരഞ്ഞതുപോലെ കർത്താവേ അപ്പ അങ്ങ് പറഞ്ഞതിന് വിരുദ്ധമായിട്ട് സ്വയത്തിൽ ആശ്രയിച്ച് പറഞ്ഞത് തെറ്റുപോയി എന്ന് പറഞ്ഞ് അതിദുഃഖത്തോടെ കണ്ണുനീരോടെ ദൈവസ്ഥലേക്ക് അടുത്തു വരുവാനിടയായിട്ടുള്ള വിരാമത്തോടെ കണ്ണുനീരോടെ ഈ ദിനങ്ങളിൽ ഇനിയുള്ള അവശേഷിക്കുന്ന ദിനങ്ങളിൽ കർത്താവെ ഒന്ന് മടങ്ങി വരുവാൻ കഴിഞ്ഞാൽ ഈ വാസപ്രാർത്ഥന കർത്താവെ ഒരു മടങ്ങി വരവിന്റെ ദിവസങ്ങളായി തീരട്ടെ. അതിശക്തമായ ഒരു മടങ്ങി വരവിന്റെ ദിവസങ്ങളായി തീരണമേ. പരിശുദ്ധ ദൈവത്തോട് ചോദിക്കുവാൻ കർത്താവെ എന്നിലുള്ള കുറവുകളെ തമ്പുരാനെ വെളിപ്പെടുത്തണമേ കർത്താവെ, എന്നിലുള്ള കുറവുകളെ തമ്പുരാനെ വെളിപ്പെടുത്തണമേ കർത്താവെ. അങ്ങയുടെ പദ്ധതിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്നിലുള്ള കുറവുകളെ കർത്താവെ അങ്ങ് വെളിപ്പെടുത്തി തരുവാൻ്റെ ആചരണമേ കർത്താവെ. അങ്ങ് എനിക്ക് ജ്ഞാനം നൽകണമേ കർത്താവെ. എന്റെ സ്വയമായി ഞാൻ ചിന്തിച്ചിട്ട് പലതും എനിക്ക് കർത്താവ് നല്ലതെന്ന് വിചാരിക്കുക, പക്ഷേ കർത്താവെ അങ്ങയുടെ കണ്ണിൽ അങ്ങയുടെ ദർശനത്തിൽ കർത്താവെ അങ്ങനെ നോക്കുവാണ്ടേ ആകുമ്പോൾ എന്റെ ജീവിതത്തിൽ നിൽക്കുന്നതായ കുറവെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണമേ. അപ്പൊ അങ്ങ് അറിയുന്നതിനേക്കാൾ ഉപരിയായിട്ട് വേറെ ആർക്കും അറിയത്തില്ല, അങ്ങ് അറിയുന്നതിനേക്കാൾ ഉപരിയായിട്ട് വേറൊരു മനുഷ്യനും അറിയത്തില്ല. എന്റെ കുറവുകളെ നന്നായി അറിയുന്ന തമ്പുരാൻ മാത്രമേ ഉള്ളൂ. കർത്താവെ എന്നോട് സംസാരിക്കണമേ കർത്താവെ. ഈ വാസപ്രാർത്ഥനയിൽ എന്നോട് സംസാരിക്കാതെ പോകരുതപ്പാ. ഞാൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി കർത്താവെ എന്നോട് സംസാരിക്കാതെ പോകരുതേ അപ്പാ. ഞാൻ മുടിഞ്ഞു പോകാതിരിക്കാതിന് വേണ്ടി കർത്താവെ എന്നോട് സംസാരിക്കാതിരിക്കരുതേ. എന്നോട് കരുണ തോന്നണമേ. കർത്താവെ പത്രോസിനോട് മനസ്സറിഞ്ഞതുപോലെ കർത്താവെ എന്നോട് കരുണ തോന്നണമേ കർത്താവെ. ഞാൻ സ്വന്തം ഇഷ്ടത്തിൽ സഞ്ചരിച്ചതും മതി കർത്താവെ. ഇനി കർത്താവെ എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണമേ. കർത്താവിനോട് സംസാരിക്കുവാൻ്റെ അയച്ചണമേ. അങ്ങനെ സംസാരിക്കുവാൻ വേണ്ടി കർത്താവിനെ കരങ്ങളെ കൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായി ദൈവം സംസാരിക്കുവാൻ്റെ അയച്ചിരും. അങ്ങനെ ദൈവം സംസാരിക്കുവാൻ്റെ അയച്ചിരുന്ന കർത്താവെ കർത്താവിൻ്റെ അവസാനത്തെ സങ്കീർത്തന അവസാനത്തെ വാക്യം 15-ാം വാക്യം, ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. നമുക്ക് കർത്താവെ നമ്മുടെ കരങ്ങളെ വെച്ചൊന്ന് പറയുവാൻ കഴിയുമോ? കർത്താവെ ദൈവമേ ഈ ഭാഗ്യമുള്ള ഒരു പദവിയായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ മകനായിരിക്കുന്നത് മകളായിരിക്കുന്നത് കർത്താവെ ഒരു ഗ്രഹിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കി തന്ന ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി നന്ദിയോട് സ്മരിച്ചത്. ഈ ഒരു ഭാഗ്യ പദവി ഈ ഭാഗ്യ ജനമായി തീർത്തതിന് നന്ദി യേശുവപ്പ. കർത്താവെ പരിശുദ്ധ കർത്താവെ എന്നെ ഒന്ന് ഒന്നുകൂടെ ശക്തിയിരിക്കണമേ അപ്പ. ഈ ജനമായി ദൈവം തീർത്തിരിക്കും മകനായി തീർത്തിരിക്കുമ്പോൾ കർത്താവെ ഈ ഭൂമിയിൽ കർത്താവെ മുടിഞ്ഞു പോകുവാനല്ലല്ലപ്പ, ഈ ലോകം കൊണ്ട് നശിച്ചു പോകുവാനല്ല കർത്താവെ. ആ വിവരത്തിൽ നോക്കുവാൻ ഒരു പരിജ്ഞാനം എൻ്റെ ഹൃദയത്തിൽ അന്തരങ്ങളിലേക്ക് നൽകണമേ കർത്താവെ. ഒരു കർത്താവെ ഒരു ദൃഷ്ടി തമ്മിൽ പറയുവാനാണമേ കർത്താവെ. മുമ്പിൽ നീതിറോവുകൾ കിടപ്പുണ്ട്, മുമ്പിൽ കർത്താവ് സൈന്യങ്ങൾ നിൽപ്പുണ്ട് കർത്താവ്. ഇതൊന്നും കാണുവാൻ കഴിയാതെ കണ്ണുകൾ കുരുടായി നിൽക്കുന്ന മേഖലകളുണ്ട് കർത്താവെ. എന്നാൽ കർത്താവ് ചിലത് കാണുവാൻ തക്കണം ദൈവമേ. എൻ്റെ ആത്മീയ കണ്ണുകളെ തമ്പുരാനൊന്ന് തുറന്നു തരണമേ ദൈവത്തിന്റെ പ്രവൃത്തികളെ കർത്താവെ. കർത്താവ് ചിലത് കർത്താവ് ഞാൻ വല്ലാതെ വിലപിച്ച്
ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ കർത്താവ് പറയുക, അവൻ കർത്താവ് ദൈവത്തിന് ചില പ്രവർത്തികൾ നിന്നോട് ചെയ്യുവാനുണ്ട്. അത് ചെയ്തെടുക്കണമെങ്കിൽ കർത്താവിന്റെ സന്നിധിക്കുന്ന മുഖത്തേക്കൊന്ന് നോക്കിയാൽ അവൻ കർത്താവ് കാണിച്ചു തരുവാനായിട്ട് അവൻ നിന്നോട് കൂടെയുള്ള ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ഉള്ളിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ വളവറ്റ വലിപ്പം എന്തെന്ന് തിരിച്ചറിഞ്ഞ് പോരാടി ജയിപ്പാൻ ദൈവം കൃപ നൽകുവാനായിട്ടാൽ അതിനാവശ്യമൊന്നേ ഉള്ളൂ. കർത്താവിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ആ ശക്തിയിൽ ഒന്നിനെ ബലപ്പെടുക, ആ ശക്തിയിൽ ആശ്രയിക്കുക, കർത്താവിൽ ബലപ്പെടുക, ആത്മശക്തി പ്രാപിക്കുക. നിങ്ങൾ അത് പ്രാപിക്കണമെങ്കിൽ അത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീ പോകത്തില്ല. ഇന്ന് രാത്രിക്കാലം കേട്ടതുപോലെ ഈ ഉപവാസവും പ്രാർത്ഥനയും അവൻ ജനത്തിന്റെ സകല മേഖലകൾ അതിന് രാഗമോഹങ്ങളോട് കുഴിച്ചടക്കപ്പെട്ട് അവരുടെ എല്ലാം അടിഞ്ഞു മാറുന്നു നിലകളായി തീരുമാനമാകട്ടെ. എല്ലാം ജീവത്തോടെ പോരാടി നിൽക്കുന്നതായ അവൻ ജനത്തിന്റെ മണ്ഡലങ്ങളെ തകർത്തെറിഞ്ഞിട്ട് ഒരു പുതിയ അഭിഷേകത്താൽ ഇവിടെ നിറയ്ക്കുവാനാണ്. ആമേൻ. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ വേല അധികമുണ്ട്, എന്നാൽ വേലക്കാരോ ചുരുക്കം. വേല അധികമുണ്ട്, എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ചെയ്തെടുക്കുവാൻ വേണ്ടിയുള്ള വേലകൾ അധികമുണ്ട്. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ആ വേലകൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരും ദൈവം നോക്കി വെച്ചുകൊണ്ടിരിക്കുക. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ കർത്താവ് ഈ ദിവസങ്ങൾ കർത്താവ് സ്വന്തമായ ചിന്തകളെല്ലാം മാറ്റിവെച്ചിട്ട് സ്വന്തമായ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവ് അങ്ങയുടെ അമിക്കത്തെ പദ്ധതികൾക്ക് വേണ്ടി, കർത്താവ് അങ്ങയുടെ ആലോചനകൾക്ക് വേണ്ടി, കർത്താവ് അങ്ങ് കണ്ടിരിക്കുന്ന വേലകൾക്ക് വേണ്ടി, കർത്താവ് ഞാൻ കണ്ടിരിക്കുന്ന വേലകൾക്ക് വേണ്ടിയല്ല, കർത്താവ് കണ്ടിരിക്കുന്ന വേലകൾക്ക് വേണ്ടി അവൻ ചെയ്തെടുക്കുവാൻ വേണ്ടി എന്നെ ഒന്ന് പണിയുവാൻ വേണ്ടിയാണമേ. കർത്താവ് ആ കോടിക്കിന് വേണ്ടി, ആ ഒരു പദ്ധതികൾക്ക് വേണ്ടി ഒന്ന് എന്നെ വഴി നടത്തണമേ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കുവാൻ അവൻ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കുവാൻ കർത്താവ് 2024 ശൂന്യമായി പോയി. അമ്മ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വലിയ ശൂന്യതകൾ സംഭവിച്ചു. അമ്മ 2025 കയറുവാനാകുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിന്റെ കൊയ്ത്തിന്റെ വർഷമായി തീരുമാനമാണ്. ഏതിന്റെ കൊയ്ത്ത്? അവർ കർത്താവിന്റെ വേലയിലുള്ള കൊയ്ത്ത് അധികമായി തീരുമാനിക്കണം. സ്വർഗമേ കരങ്ങൾ എടുത്ത് ഉപയോഗിക്കുവാനായിട്ടണമേ. ഈ ദിവസം കർത്താവ് ഒരുക്കം, അതിന് കർത്താവ് ഒരു കഴുകൻ തന്റെ ശക്തിയെ പുതുക്കാൻ പ്രാപിച്ചതുപോലെ അവൻ ദൈവസ്ഥ ഇരുന്ന ശക്തിയെ പുതുക്കാൻ പ്രാപിച്ച് അവരുടെ ശക്തിയോടെ ദൈവം ഇറങ്ങി പുറപ്പെടുവാൻ ദൈവയുടെ ആയിത്തീരട്ടെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവസ്ഥ